മനമേ മാനമേ തെളിയൂവൻ താരമേ അലിവിൻ കൈകളിൽ. ചിത്രാമ്മ പെർഫെക്ഷന്റെ ഒരു പര്യായ പദമാണ്. എല്ലാ പാട്ടും ഇത്രയൊക്കെ ഇതായിട്ട് പോലും ഒരു കോറസ് പോർഷൻ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിത്രാമ്മ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞത് അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? വായ് പേസവേ വായ് പിള്ളയേ ബലി തീര വഴി എന്നവോ കണ്ണാളനേ. എല്ലാരും വിചാരിക്കും ഞാനെന്തോ ഭയങ്കര കോൺഫിഡൻസിൽ ജാടായിട്ട് നിൽക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിങ്ങനെ കിടുകിടാന്ന് വിറച്ചിട്ടാണ് മൈക്ക് ക്ലോസപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മേരെ ഹാത്ത് മേ തേരാ ഹാത്ത് ഹോ സാരി ജന്നത്തെ മേരെ സാത്ത് ഹോ. അനാമിക നമസ്കാരം. നമസ്തേ. ബറോസ് ആണ് ഏറ്റവും പുതിയ വിശേഷം അല്ലേ? മോഹൻലാലിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് സോങ് പാടിയിരിക്കുകയാണ്. ആദ്യമായിട്ട് മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യുന്ന പടവുമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ എങ്ങനെയാണ് അവസരം വരുന്നത്? എങ്ങനെയാ അത്? ബറോസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മുടെ TK രാജീവ് കുമാർ സാർ ത്രൂ ആണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം സാറിനാണ് അതിനുള്ളൊരു നന്ദി അറിയിക്കേണ്ടത്. അങ്ങനെ ഒരു പുതിയ വോയിസ് പരീക്ഷിക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും പാട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ലിഡിയൻ നാദസ്വരമാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. പക്ഷെ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത്ര ഏജ് ഒന്നും ഇല്ല. ലിഡിയൻ ഇസ് എ ചൈൽഡ് പ്രോഡിജി ആയിട്ട് വന്നതാണ്. വേൾഡ്സ് ബെസ്റ്റ് എന്ന് പറയുന്ന ടാലന്റ് ഷോയിലെ വിന്നറാണ് ലിഡിയൻ എന്ന് പറയുന്നത്. സോ ലിഡിയൻ ഒരു യങ്സ്റ്റർ ആണ്, ബട്ട് അമേസിങ് ടാലന്റ് ആണ്. അപ്പോൾ മോഹൻലാൽ സാറും ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തന്നത്. അപ്പോൾ ലാൽ സാറിന് ഇഷ്ടപ്പെട്ടു വോയിസ്. അങ്ങനെ ആശീർവാദ് സിനിമാസ് കോണ്ടാക്ട് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ലിഡിയന്റെ സ്റ്റുഡിയോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്, ചെന്നൈയിൽ. പക്ഷെ ലൈക്ക് ലാൽ സാറിന്റെ ഒപ്പമാണ് പാടിയതെങ്കിലും റെക്കോർഡിങ് രണ്ടും ഡിഫറെന്റ് ടൈമിലാണ് ചെയ്തത്. ലാൽ സാർ ആ സമയത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് റെക്കോർഡിങ്ങിന് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പാടുന്ന ടൈമിൽ. പക്ഷേ രാജീവ് കുമാർ സാറിനെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു. സാർ പറഞ്ഞു ഓൾ ദി വെരി ബെസ്റ്റ്, വെൽക്കം ടു അവർ ഫാമിലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോണിലൂടെ സംസാരിച്ചു. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്ന് ഓക്കെ ബ്ലെസ്സിങ് ആണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി. അറ്റ് ദ സെയിം ടൈം കുറച്ചൊരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും ചെറിയൊരു പേടിയുണ്ട്. കാരണം അത്രയും വലിയൊരു ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സാറിനും താങ്ക് യു പറയണം ഈ ഒരു അവസരത്തിൽ. ലാൽ സാറും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് അമേസിംഗ് ആയിരുന്നു. ലിഡിയൻ്റെ വീട്ടിലെല്ലാവരും, ലിഡിയൻ്റെ സിസ്റ്ററിനെ എസ്പെഷ്യലി എടുത്ത് പറയണം. അമൃതവർഷിണിയാണ് അതിന്റെ തമിഴ് വേർഷൻ പാടിയിരിക്കുന്നത്. ലിഡിയന്റെ സിസ്റ്ററാണ് അതിന്റെ തമിഴ് വേർഷൻ പാടിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ലിഡിയന്റെ ഫാദർ നല്ലൊരു സിംഗറാണ്. അപ്പോൾ മൊത്തത്തിൽ അതൊരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. രാജീവ് കുമാർ സാറും കുറേ അഡ്വൈസസും ഇൻസൈറ്റ്സും ഒക്കെ തന്നിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ റെക്കോർഡിംഗ്. ഇങ്ങനെ പുതിയ വോയിസസ് നോക്കുന്ന എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ റെക്കോർഡിംഗ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ട്രിവാൻഡ്രത്ത് അശോക് സാർ ഉണ്ട്, മീഡിയ മാനേജ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ടീമാണ്. അവരൊരു വലിയ കമ്പനിയായിട്ട് A² എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ സാറിനാണ് ഞാൻ എന്താ പറയാ വോയിസ് അയച്ചു കൊടുക്കുന്നത്. സാറാണ് രാജീവ് കുമാർ സാറിന് അയച്ചു കൊടുക്കുന്നത്. യെസ്, അങ്ങനെയാണ്. ലാൽ സാറാണ് അവസാന കൺഫർമേഷൻ പറയുന്നത്. അതിനുശേഷമാണ് ലിഡിയന്റെ അടുത്തോട്ട് വോയിസ് പോകുന്നതും അവരൊക്കെ എന്ന് പറയുന്നത്. സോ അതൊരു വലിയ പ്രോസസ് ആയിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. മോഹൻലാൽ പോലും അപ്രീഷിയേറ്റ് ചെയ്ത ആ ഒരു പാട്ട് അറിയണമല്ലോ, വോയിസ് ഒന്ന് അയച്ചു കൊടുത്തത് പല പല ജോണറിലുള്ള സോങ്സ് അവർക്ക് പല രീതിയിൽ കേൾക്കണമായിരുന്നു. ഒരു ഫാസ്റ്റ് നമ്പർ ആയാലും ശരി, മെലഡി ആയാലും ശരി, അങ്ങനെ പല ജോണറിൽ അയച്ചു കൊടുക്കണം. എല്ലാം ട്രൈ ചെയ്ത് വോയിസ് അയച്ചു കൊടുത്തു. പിന്നെ യൂട്യൂബിലും ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ കിടക്കുന്ന പാട്ടുകളുടെ ലിങ്ക് എല്ലാം അവര് ഡെഫിനറ്റ്ലി സെർച്ച് ചെയ്ത് നോക്കും. അതിനുശേഷമാണ് കൺഫർമേഷൻ വന്നത്. പിന്നെ പാട്ട് നമ്മൾ ഫിലിം ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ഇത് പാടിയെന്ന്. ഞാൻ അതുകൊണ്ട് കുറച്ച് ബിക്കോസ് നമുക്ക് ഫസ്റ്റ് ഒരു വലിയ ബാനർ എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഞാൻ അങ്ങനെ അധികം ആരടുത്തും ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് വെച്ചാൽ പേടിച്ചിട്ട് കീപ്പ് ചെയ്തതാണ്. ബിക്കോസ് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ പിന്നെ അത് അവസാനം മൊത്തത്തിൽ അതങ്ങ് ട്രോൾ സംഭവമായി പോകും. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ വളരെ ക്ലോസ് സർക്കിളിൽ 2-3 പേർക്ക് അറിയാമെന്നുള്ളതല്ലാണ്ട് മറ്റു വലിയൊരു ഫ്രണ്ട് സർക്കിളിലേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അത് ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം ലിഡിയൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓക്കെ അത് വന്നു എന്ന്
ഉറപ്പിച്ചത്. ഇത് സത്യമായിട്ട് ഞാൻ ചുമ്മാ തള്ളാൻ വേണ്ടി പറയുന്നില്ല, പക്ഷെ ഇതാണ് ശരിക്കുള്ള സത്യം. അപ്പൊ വലിച്ചു നീട്ടാ, നമുക്ക് ആദ്യം പാട്ടിലേക്ക് പോവാം. നോക്കാം. മനമേ മാനമേ തെളിയൂവൻ താരമേ അലിൻ കൈകളിൽ ഉണരാൻ വെമ്പുന്നു ഞാൻ അരുവി ഞാൻ ഒടുവിലേ കടലു തേടി വരുമെന്നോ കാലങ്ങൾ ഞാൻ കാവലിൽ കാത്തുവച്ച നിധിയൊളി മങ്ങി നീ നിധിയായി വന്ന നേരം മനമേ മാനമേ തെളിയൂവൻ താരമേ. ഇത് എങ്ങനെ ഒരു സിറ്റുവേഷണൽ സോങ് ആണ്. അതായത് അതിന്റെ ക്യാരക്ടർ, ഫീമെയിൽ ക്യാരക്ടർ ഒരു കുട്ടിയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിയറോട് കൂടി അത് പാടുന്നതും പിന്നെ ആ ഒരു ഫ്ലോയിൽ അത് പാടി നിർത്തുന്നതായിട്ടാണ് സിറ്റുവേഷൻ വരുന്നത്. ഇതിങ്ങനെ അനുപല്ലവിയും ചരണം എല്ലാം ഒരേ ഒറ്റ ഇതാ പോണ ചേഞ്ച് ഓവർ ഉണ്ടോ? ഒരു 2 സ്റ്റാൻസയാണ് മൊത്തത്തിൽ ഉണ്ടാവുന്നത്. ചരണം അങ്ങനെ ആയിട്ടില്ല. പല്ലവി ആൻഡ് പിന്നെ ഒരു സ്റ്റാൻസ് അനുപല്ലവി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊരു വേറെ ഒരു എന്താ പറയാ, ഒരു ഡിസ്നി കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വരുന്ന കാവൽ വീണക്കായ് കണ്ണിൻ മണിയായി കാത്തു നിന്നി ബാരോസ് എന്നാളുമേ ആ രീതിയിൽ പോകുന്ന രീതിയിലാണ് ചേഞ്ച് ഉണ്ട്. കുറെ സ്ട്രിങ്സിന്റെ ഒക്കെ ഇത് വരുന്നുണ്ട്. നല്ല രീതിയിലാണ് ലിഡിയൻ അതിന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തേക്കുന്നത്. ലിഡിയൻ ഓഫ് കോഴ്സ് ഹി ഈസ് ലൈക്ക് അമേസിംഗ് ടാലന്റ്. ലിഡിയൻ നാദസ്വരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വലിയ ഏജ് ഒക്കെ പ്രതീക്ഷിക്കുക, അങ്ങനെയല്ല. 20 years എന്തോ ഉള്ളൂ ലിഡിയന്. അത്രയും യങ് ആണ്, പക്ഷെ ലൈക്ക് അമേസിംഗ് ടാലന്റ് ആണ്. ലിഡിയന്റെ ഒരു വലിയ പ്രോജക്റ്റ് ഇനി വരാൻ പോകുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് എ ഫിലിം. പക്ഷെ തിരുക്കുറൽ, തമിഴിലെ തിരുക്കുറലിന് മൊത്തത്തില് അവരൊരു സിനിമാറ്റിക് സ്റ്റൈല് കൊടുത്തിട്ട് അതിന്റെ എല്ലാ വേഴ്സസും ഓരോ രീതിയിൽ അക്കപ്പല്ല വേർഷനായിട്ടും ഒരു റാപ്പ് വേർഷനായിട്ടൊക്കെ ഇറക്കുവാണ്. സോ ഇറ്റ്സ് എ മാസീവ് പ്രോജക്റ്റ്. അപ്പൊ അതിലും ഒരു വേഴ്സ് പാടാൻ പാടിക്കഴിഞ്ഞു. അപ്പൊ അതിന് ഈ റെക്കോർഡിങ്ങിന് പോയപ്പോ തന്നെയാണ് അതും സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും നല്ലൊരു ബോണ്ടിങ്, നമ്മളെല്ലാവരും ഒരേ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു ബോണ്ടിങ് അവിടെ വെച്ചുണ്ടായി. അപ്പൊ അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ബറോസ് കാരണം. ഇതില് വേറെ നമ്മളിപ്പോ ഒരു ശ്രദ്ധേയമായി വിളിച്ചു പറയുന്ന ഒരു അല്ലെങ്കിൽ എടുത്തു പറയുന്ന അപ്രീസിയേഷൻ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഈ പാട്ട് ഇറങ്ങിയപ്പോ ചിത്രാമ്മ, KS ചിത്രാമ്മ ഒരുപാട് നല്ല രീതിയിൽ എന്താ പറയാ ഇൻസൈറ്റ്സും അപ്രീസിയേഷനും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാൽ സാർ ആണെങ്കിലും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിപ്ലൈ എനിക്ക് തന്നു. അതൊക്കെ നമ്മൾ ലെജൻസിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അവരെത്ര ബിസി ആയിട്ടുള്ള സമയം, ഇപ്പം ചിത്രാമ്മയുടെ കാര്യമാണെങ്കിലും എത്ര ബിസി ആണെങ്കിലും ഇപ്പം എനിക്കൊന്നും റിപ്ലൈ തരേണ്ട ആവശ്യം ഇല്ല, പക്ഷേ അവർ ആ സമയം എടുത്ത് ആ എഫേർട്ട് ഇട്ട് റിപ്ലൈ തരുന്നത് ഒരു വലിയ ഒരു കാര്യമാണ്. കാരണം ചിത്ര ചേച്ചി മോഹൻലാലും കൂടെ ഡ്യൂറ്റ് സോങ് പാടിയിട്ടുള്ളത്. ഓഫ് കോഴ്സ്. അപ്പൊ അതേ ഒരു പേരിന്റെ കൂടെയാണ് ചിത്ര ചേച്ചിക്ക് പകരം അനാമിക പാടുന്നത്. അങ്ങനെയല്ല, അതൊരു ബ്ലെസ്സിങ്സ് ആണല്ലോ. അതൊരു വലിയ കാര്യമാണ്. അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞിരുന്നോ? ഞാൻ ലാൽ സാറിന്റെ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ഫിലിമിന് പാടി എന്നുള്ളത് അങ്ങനെ ഭയങ്കര നേരത്തെ പറഞ്ഞ മാതിരി ലോ പ്രൊഫൈൽ ആയിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പറയാൻ വന്ന കാര്യം, ചിത്രാമ്മയുടെ ഒരു പ്രോഗ്രാമിന് പോകുന്ന ടൈമിൽ ചിത്രാമ്മയാണ് എന്നോട് പറഞ്ഞത് ഇത് ലാൽ സാറിന്റെ കൂടെയുള്ള ഡുവറ്റ് ആണ്. കാരണം ചിത്രാമ്മ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്, ഇതൊരു വലിയ സംഭവമാണ്. നമ്മളെക്കാട്ടിലെ എക്സൈറ്റ്മെന്റ് ചിത്രാമ്മയെ പറഞ്ഞ രീതിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ആദ്യം ചിത്രാമ്മയിൽ നിന്നാണ് ഒരു ആദ്യത്തെ അപ്രിസിയേഷൻ. അതായത് പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അറിയിക്കുന്നത് ചിത്രാമ്മയാണ്. ഈ ചിത്ര ചേച്ചി എങ്ങനെയാണ് നേരത്തെ പരിചയം, എങ്ങനെയാണ് തുടക്കം? ചിത്രാമ്മേനെ ഞാൻ അല്ലാതെ നമ്മൾ ഡെഫിനറ്റ്ലി റിയാലിറ്റി ഷോസിലൊക്കെ ഉള്ള പരിചയം എനിക്ക് ഡയറക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ ചിത്രാമ്മ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ എപ്പിസോഡിൽ പാടാൻ പറ്റിയില്ല. പിന്നെ അല്ലാണ്ട് സ്റ്റേജ് ഷോസിനൊക്കെ കാണുന്നുള്ളതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം അതുവരെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രോഗ്രാമിന് പോകുന്നത് വരെയൊക്കെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രോഗ്രാം 2023 ജൂൺ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജൂണിൽ ബാംഗ്ലൂർ ഒരു ഷോയ്ക്കാണ് ഞാൻ ചിത്രാമ്മേന്റെ കൂടെ ഒരു സ്റ്റേജ് ഷോ ആദ്യമായിട്ട് പാടുന്നത്. അപ്പൊ അത് ഞാൻ ആ ഒരൊറ്റ ഷോ മാത്രമേ ഡെഫിനറ്റ്ലി ഞാൻ അന്ന് എങ്ങനെയെങ്കിലും ഒത്തിരി നന്നായിട്ട് പാടണം, ആ ഒരു ഷോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. കാരണം ചിത്രാമ്മേന്റെ ഷോ ആണ്. അപ്പൊ നമ്മൾ കാരണം ഒരു ഫ്ലോപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഒരു ടെൻഷനിൽ പാടി. എല്ലാവരുടെയും പോലെ എല്ലാ സിംഗേഴ്സിന്റെ ഒരു ആഗ്രഹമാണല്ലോ KS ചിത്ര എന്ന് പറയുന്ന ഒരു ലെജൻഡ് ചിത്രാമ്മേന്റെ കൂടെ പാടുക. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആരെയും ഡയറക്ട്ലി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ചെറുതിലെ തൊട്ടേ ചിത്രാമ്മ ഗുരു സ്ഥാനമാണ്. അപ്പോൾ
അങ്ങനെ ഒരു വേദിയിൽ ഒരുമിച്ച് പാടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനോടെയാണ് പാടിയത്. എനിക്ക് എങ്ങനെയും ആ സ്റ്റേജ് ഒന്ന് നന്നായിട്ട് കഴിയണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണോ അതോ ലക്കാണോ എങ്ങനെയാണ് എനിക്കത് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു 1 year ഗ്യാപ്പിനുള്ളിൽ തന്നെ എനിക്കൊരു 25 സ്റ്റേജസിന് അപ്പുറത്തേക്ക് ചിത്രാമ്മേന്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതെടുത്ത് നമ്മൾ ഈ നെറ്റിലൊട്ടിക്കണം എന്ന് പറയത്തില്ല, അതൊരു വലിയ അച്ചീവ്മെന്റ്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഓരോന്നും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം ചിത്രാമ്മ വെച്ചാൽ പെർഫെക്ഷന്റെ ഒരു പര്യായ പദമാണ്. എല്ലാ പാട്ടും ഇത്രയൊക്കെ ഇതായിട്ട് പോലും ഒരു കോറസ് പോർഷൻ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിത്രാമ്മ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞത് അതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഹ്യൂമൻ ആയിട്ട് പോസിബിൾ ആണോ എന്ന് എല്ലാ സിംഗേഴ്സും പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. കാരണം എൻ്റെ തന്നെ പെർഫോമൻസിന് ചിത്രാമ്മ കോറസ് പഠിച്ച് പാടാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്, ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്. ലൈക്ക് ഞാൻ തന്നെ ചിലപ്പോൾ അത്ര എഫേർട്ട് ഇട്ട് പാടത്തില്ല. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ പാടുന്നത് ചിത്രാമ്മേന്റെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏത് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ബിക്കോസ് എല്ലാത്തിന്റെ ന്യൂആൻസൻസ് ആൻഡ് കറക്ഷൻസ് എല്ലാം ചിത്രാമ്മ അതേപോലെ പറഞ്ഞു തരും. സോ അത് ഡെഫിനറ്റ്ലി ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ചിത്രാമ്മ കണ്ട ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട്? ഉണ്ട്, അത് അത്ര അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. അത് ബാംഗ്ലൂരിൽ നമ്മൾ ചിത്രാമ്മ ആ സമയത്ത് എത്തുന്നേ ഉള്ളൂ. ഹോട്ടലിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കുറച്ച് FM-ന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഓൺലൈൻ ഇന്റർവ്യൂ പോലെയൊക്കെ കൊടുത്തിട്ട് ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ അവിടെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ പോയി ചിത്രാമ്മ ഞാനാണ് അനാമിക, ഇന്ന് പ്രോഗ്രാമിന് ഞാൻ പാടുന്നുണ്ടെന്നുള്ളത് പറഞ്ഞത്. അപ്പൊ ചിത്രാമ്മേന്റെ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡ്യുവറ്റ് പാടുമ്പോ നേരത്തെ അറിയില്ല ആള് പാടുന്ന ആളാണെന്ന്? അല്ലല്ല, അതിനൊക്കെ മുന്നെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ പോയി ഇങ്ങനെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ട് ചിത്രാമ്മ ഞാൻ അനാമിക ഇന്ന് ഈ പരിപാടിക്ക് ഞാനും പാടുന്നുണ്ടെന്നുള്ളത് പറഞ്ഞപ്പോ അയ്യോ ഈ കുട്ടിയാണോ ഇത്? നേരിട്ട് എന്നെ കാണാൻ ഭയങ്കര ഹൈറ്റ് കുറവാ, ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും ഹൈറ്റ് കൂടുതലാണെന്ന്. പക്ഷെ അവ ചിത്രാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയാണ് തുടക്കം. ഞാൻ മാമെന്നാണ് ആദ്യം വിളിച്ചത്. പിന്നെ ചിത്രാമ്മ എന്നെ പറഞ്ഞു മാം എന്നൊന്നും വിളിക്കേണ്ട, ചിത്രാമ്മ എന്ന് വിളിച്ചാൽ മതി എന്നുള്ള രീതി. പിന്നെ അങ്ങനെയാണ് ചിത്രാമ്മ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അതുവരെ മാം, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത്രയും ഒരു ലെജൻഡറി രീതിയിലല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ പെട്ടെന്ന് മാം എന്നുള്ളൊരു രീതിയിലാണ് അഡ്രസ് ചെയ്തത്. യെസ്, അതായിരുന്നു ആദ്യത്തെ ഒരു കോൺവെർസേഷൻ. ഈ ചിത്രാമ്മയുടെ കൂടെ ആദ്യം സ്റ്റേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്റ്റേജ്, അത് ഏത് പാട്ടാന്ന് ഓർമ്മയുണ്ടോ? സ്റ്റേജില് ഷെയർ ചെയ്ത പാട്ടെന്ന് പറയുന്നത് കണ്ണാളനെയാണ്. ഓഫ്കോഴ്സ് ഇപ്പോഴും ടെൻഷനാ, പക്ഷെ പാടി നോക്കാം. കണ്ണാളനേ எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ, கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, കണ്ണാളനേ. ഭയങ്കര ഫീൽ കേട്ടോ പാടുന്നത്. രസമുണ്ട് ഭയങ്കര, നമ്മൾ കേട്ടിരിക്കാനായിട്ട് നല്ല ഫീൽ ആയിരുന്നു കേട്ടോ. അത് ആ ഒരു പാട്ടായിരുന്നു ഫസ്റ്റ് ടൈം. അത് എനിക്ക് അറിയാലോ എങ്ങനെയായിരിക്കും ആ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ ഞാൻ ടെൻഷൻ, പക്ഷെ എനിക്ക് ദൈവം സഹായിച്ച് ടെൻഷൻ വരുമ്പോ എന്റെ മുഖത്തത് ജാടയായിട്ടാ വരുന്നത്. ആണോ? ജാട ഉണ്ടോ ശരിക്കും? അത്യാവശ്യത്തിനൊക്കെ ഉള്ള, വേണമെങ്കിൽ അത്യാവശ്യത്തിനല്ലാത്ത കുറച്ചും കൂടെ ഓവറായിട്ടുള്ള ജാട ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ലതല്ലേ നമ്മൾ കുറച്ചൊരു ജാടയൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഞാൻ ഭയങ്കര അലമ്പായിരിക്കും. പക്ഷെ അന്ന് സ്റ്റേജിൽ സ്റ്റേജിൽ അത് യൂട്യൂബിലുണ്ട് ആ പാട്ട്. ഏതോ ഓഡിയൻസിലുണ്ടായിരുന്ന ഒരാള് യൂട്യൂബിൽ അത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കും ഞാനെന്തോ ഭയങ്കര കോൺഫിഡൻസിൽ ജാടായിട്ട് നിൽക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിങ്ങനെ കിടുകിടാന്ന് വിറച്ചിട്ടാണ് മൈക്ക് ക്ലോസപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ രീതിയിലാണ് പാടിയത്. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചിത്രാമ്മേന്റെ കൂടെ. നമ്മൾ ഇതുവരേക്കും ഇങ്ങനെ കണ്ട് ഞെട്ടിയിരിക്കുന്ന ഒരു സിംഗറിന്റെ കൂടെ ഒരു സ്റ്റേജിൽ പാടാന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഭയങ്കര ഇതാണ്. പക്ഷെ ചിത്രാമ്മ ഭയങ്കര കാമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. എന്നാലും നമുക്ക്
ഒരിക്കലും അത്രയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ പാടാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഗുരുസ്ഥാനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ടെൻഷൻ ഇല്ലാന്നല്ല, ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് പേടി ഇത്തിരി കുറവുണ്ട്. നമ്മളിപ്പോ സൂപ്പർ സിംഗർ എന്ന പ്രോഗ്രാമിലാണല്ലോ സൂര്യ സിംഗർ ആക്ച്വലി എന്റെ ഏറ്റവും ലാസ്റ്റത്തെ റിയാലിറ്റി ഷോ ആയിരുന്നു. ഞാനൊരു റിയാലിറ്റി ഷോ തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ 8ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ റിയാലിറ്റി ഷോ ചെയ്യുന്നത്, വോയിസ് ഓഫ് കേരള. പക്ഷെ സൂര്യ സിംഗർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആണ് ഒരു ബ്രേക്ക് ത്രൂ ഈ ലൈവ് പെർഫോമൻസ് സ്ട്രീമിലോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളിങ്ങനെ ഉണ്ടെന്നുള്ളത് രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നത് സൂര്യ സിംഗർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആണ്. അതിന് മുന്നേ ചെയ്തൊന്നും അങ്ങനെ ഭയങ്കര വലിയൊരു ഫെയിമിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വോയിസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് സൂര്യ TV ഉണ്ടായിരുന്ന റിയാലിറ്റി ഷോയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് 8 വയസ്സിലാണ് അത് പോയത്. പിന്നെ ഭയങ്കര നല്ല പാട്ടായതുകൊണ്ട് ഞാൻ ക്വാർട്ടർ ഫൈനലിലെ ഔട്ടായി. പിന്നെ സൂപ്പർ സ്റ്റാർ ജൂനിയർ 3 എന്ന് പറഞ്ഞിട്ട് അമൃത TV ഒരു ഷോ ഉണ്ടായിരുന്നു, അതില് സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. 2010. അപ്പോൾ ഒരു 10 years ആ ഒരു വർഷം ആ പ്രായത്തില്. പിന്നെ ജൂനിയർ ഐഡൽ എന്ന് പറഞ്ഞിട്ട് ജയ്ഹിന്ദിൽ ഒരു ഷോ ഉണ്ടായിരുന്നു 2012 ചെയ്തത്, അത് ഫൈനൽ വരെ പോയി. അപ്പൊ ഇതെല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ച് സ്റ്റാർ സിംഗറിൽ 8ാമത്തെ വയസ്സിൽ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഓഡിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ലാസ്റ്റ് 14ാമത്തെ വയസ്സിൽ ഞാൻ സൂര്യ സിംഗർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ 13-14 ആ ഒരു ഏജ് ടൈമില് സൂര്യ സിംഗർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷമാണ് TV പാടുന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നമ്മൾക്ക് റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറയുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു ലോകം. അതുവരെയും എനിക്കത്ര എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും ഈ ഫീൽഡിലുള്ളവരോ അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ വളർന്ന ആൾക്കാരും അല്ല, പാട്ടങ്ങനെ പഠിച്ചിട്ടുള്ളതോ പാട്ട് പാടുന്നതായിട്ടുള്ള ആൾക്കാരും അല്ല. ഇല്ല, എനിക്കറിയാവുന്ന ആരുമില്ല. പക്ഷെ തനിയെ വഴി വെട്ടി വന്നാളാണല്ലേ, ഒറ്റയ്ക്ക് വഴി വെട്ടി അതൊരു കളിയാക്കുന്നു ചോദിക്കും. ബാക്കിയുണ്ട് അങ്ങനെയല്ല. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് ചിലപ്പോ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ എനിക്കറിയുന്ന ക്ലോസ് റിലേറ്റീവ്സിലാരും ഇപ്പൊ വല്യമ്മ, വല്യച്ഛൻ അല്ലെങ്കിൽ ചാച്ചൻ, അപ്പൂപ്പൻ, അമ്മ, അങ്ങനെയൊക്കെ മാമൻ, അങ്ങനെയൊക്കെ ഉണ്ട് ക്ലോസ് റിലേഷൻസിൽ. വലിയൊരു സിനിമയിൽ പാടി അടിച്ച് ചാടാ കാണിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നിട്ട് കാണിക്കാം. അപ്പം മറ്റേ വാളെടുത്തും വെട്ടി. ഈ നമ്മളിപ്പം ഐഡിയ സ്റ്റാർ സിംഗർ ട്രൈ ചെയ്തില്ല അപ്പോഴേക്കും? ഇല്ല, പിന്നെ സൂര്യ സിംഗർ കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് ഒരു വിധം ഫെയിം. ആ ടൈമില് ജൂനിയർ ആയിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ പേരിലൊക്കെ ഷോസ് ഒക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ഒരു ലൈം ലൈറ്റ് വന്നപ്പോഴത്തേനും പിന്നെ ഒരു റിയാലിറ്റി ഷോ പങ്കെടുത്ത് വീണ്ടും റിപ്പീറ്റേഷൻ ആയി പോകും. ആ ടൈമിൽ സീനിയർ ആയതിനു ശേഷം പിന്നെ ഞാൻ ആ സാഹസികത്തിനൊന്നും മുതിർന്നില്ല. സത്യം പറഞ്ഞാൽ റിയാലിറ്റി ഷോ വേറെ തന്നെ സെഗ്മെന്റ് ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പം അതുകൊണ്ട് സീനിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും 10th ആയി. ആ റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോൾ 10th ആയി. പിന്നെ 11th, 12. ഡെഫിനറ്റ്ലി കേരളയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ പഠിത്തം കൂടെ. ചിത്രചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, അതുപോലെ വേറൊരു ലെജൻഡാണ് സുജാത ചേച്ചി. ഓഫ് കോഴ്സ് സുജാത മാം. അതെങ്ങനെ സുജാത ചേച്ചിയായിട്ട്? സുജാത മാം ഈ നമ്മുടെ റിയാലിറ്റി ഷോയില് ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. സുജാത മാം പിന്നെ ചില്ല ജഡ്ജിങ് പാനലിൽ നിന്നാലും ഭയങ്കര ജോളി, ഡാൻസ്, പാട്ട് എല്ലാം കൊണ്ട് ഭയങ്കര ജോളിയാണ്. അപ്പോൾ അങ്ങനെ സുജാത മാമിനെ സുജാത മാമിന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സുജാത മാമിന്റെ കൂടെ ഉണ്ടായിരുന്ന റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ്. സുജാത ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? പെട്ടെന്ന് പാടാൻ പറഞ്ഞു. അയ്യോ, സുജാത മാമിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊരു എല്ലാ പാട്ടിനും ആ ഒരു സ്വീറ്റ്നെസ്, അത് നമുക്ക് ഭയങ്കര പാടാണ്. ഈ പറഞ്ഞ ലെജൻസ് ചിത്രാമ്മയുടെ ആയാലും സുജാത മാമിന്റെ ആയാലും നമ്മൾ സ്റ്റേജിൽ പാടാൻ ഇച്ചിരി ഒന്ന് മടിക്കും. കാരണം അവര് കൊടുക്കുന്ന ആ രീതിയിലാണ്. അപ്പൊ നമ്മൾ എത്ര ഇട്ട് അതിനകത്ത് പരിശ്രമിച്ചാലും ആ രീതിയിൽ ആവത്തില്ല അത്. ഡെഫിനറ്റ്ലി എനിക്ക് സുജാത മാമിന്റെ എല്ലാ സോങ്സും ഇഷ്ടമാണ്. പക്ഷെ വരമഞ്ഞളാടിയ അതൊരു അയ്യോ ലിറിക്സ് ഒക്കെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, ദലമർമരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ,
പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നമ്മൾ പാട്ട് കേട്ട് ഉറങ്ങി പോകുന്നു. ആദ്യമേ അതിനകത്ത് അനുപല്ലവിന് ഞാൻ കുറച്ച് ലിറിക്സിന്റെ അവിടെ അവിടെ തെറ്റിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയത് അത് കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് പാടുന്നതല്ലേ, കുഴപ്പമില്ല, ലൈവായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലിപ്പം ചിത്ര ചേച്ചിയുടെ പാട്ട് പാടുമ്പോഴും സുജാത ചേച്ചി എന്തെങ്കിലും വോയിസിൽ എന്തെങ്കിലും മോഡുലേഷൻ വരുത്താറുണ്ടോ? ചിത്ര ഈ സെയിം സോങ് സുജാത ചേച്ചി പാടിയാണ്, ഇത് ചിത്ര ചേച്ചി പാടുകയാണെങ്കിൽ വേറെ മോഡുലേഷൻ അങ്ങനെ അത് പ്ലേ ബാക്കിൽ അവർ എങ്ങനെ പാടുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചിത്രാമ്മ പാടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്ലാസിക്കൽ ടച്ച് ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല. പക്ഷെ അവർ പാടുന്നു, ഇപ്പം കണ്ണാളനെ ചിത്രാമ്മ പാടിയതല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ചിത്രാമ്മ അതെങ്ങനെ പ്ലേ ബാക്കിൽ പാടുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളത് ഉൾക്കൊണ്ട് പാടുന്നത്. ഇപ്പൊ സുജാത മാം പാടിയേക്കുന്നത് വെച്ചിട്ടായിരിക്കും ഞാൻ ചില സ്ഥലത്ത് ഒതുക്കുന്നത് അല്ലെങ്കിൽ അതിന് ഫീല് കൊടുക്കുന്നത്. അപ്പൊ അത് അവര് പാടി കേട്ടാലേ നമുക്ക് എങ്ങനെ കൊടുക്കാം. ചിലപ്പോൾ ചില മ്യൂസിക് ഡയറക്ടർ പറയല്ലോ ഈ വേറൊരു വോയിസ് ട്രൈ ചെയ്യുമെന്ന് പറയുമല്ലോ, ഒരു 3 ജോണറിൽ ട്രൈ ചെയ്യാൻ പറയുമല്ലോ. ചിലപ്പോ നമ്മൾ ഇപ്പൊ അവളെ അത് ചിലപ്പോ വേണമെങ്കിൽ ഒന്ന് ബോൾ അവളെ സംഗതി എന്തോ സംഗതി സംഗതി ഇടുന്നത് അല്ലേ, അതല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഈ ബോൾനെസ് തന്നെ വേറെ വോയിസ് ഇപ്പൊ ബോൾഡ് ആയിട്ട് പാടാണെങ്കിൽ ഹസ്കി ആക്കണ്ട, ഇപ്പൊ അത്ര സ്വീറ്റ് ആക്കണ്ട. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ എന്ന് നമുക്ക് ബോൾഡ് ആയിട്ട് പാടാം. പക്ഷെ സിറ്റുവേഷൻ അത് എന്താ പറയാ ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം അതില് മഞ്ജു വാര്യർ മാം ഒരു പേടിച്ചിട്ട് പാടുന്നതാണ് സെനാരിയോ. അപ്പൊ നമുക്ക് ഒരിക്കലും അവിടെ ബോൾഡ്നെസ് കൊടുക്കാൻ അത് സുജാത മാം പല ഇന്റർവ്യൂസിലും സ്റ്റേജസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഫിയർ കൊടുത്താണ് പാടിയേക്കുന്നത്. അത് അതുപോലെ മഞ്ജു മാം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ടച്ചിങ് ആവുന്നത്. അപ്പൊ ലൈവ് പാടുമ്പോൾ ചിലപ്പോൾ അത്രയും എസൻസോടെ നമുക്ക് പാടാൻ പറ്റുന്ന വരത്തില്ല. കാരണം ലൈവിൽ പല പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ ശ്രുതി പിച്ച് ഔട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും സ്റ്റേജിൽ പാടുന്ന കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. കാരണം എന്റെ ജോൺറ് അല്ലെങ്കിൽ എന്റെ തൊണ്ടയ്ക്ക് കുറച്ചും കൂടെ വഴങ്ങുന്നത് ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് വോയിസ് ട്രൈ ചെയ്തിട്ട് ഒരു ഫാസ്റ്റ് നമ്പർ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സിദ്ധുമണി ആയാലും പല വോയിസ് ട്രൈ ചെയ്തിട്ട് ജോൾസിന് തന്നെ ലൂസിഫറിൽ ഇപ്പൊ അല്ലെങ്കിൽ അങ്ങനത്തെ ജോൾസിന് അങ്ങനത്തെ വോയിസ് ആണ്. പക്ഷെ ആ സുഖമാണി നിരവ പാടി അതേ ജോൾസിനെയാണ് ഡിഫറൻസ്. അത് അനാമിക ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. എന്റെ ജോൺർ എന്ന് പറയുന്നത് ജോൾസിനെ ചേച്ചി പാടിയ റഫ്താര പോലത്തെ ബോൾഡ് ആയിട്ട് പാടുന്ന സോങ്സ് ആണ് എനിക്ക് കംഫർട്ടബിൾ. സ്റ്റേജില് ലൈവില് ഞാൻ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പാടുന്നത് ഇപ്പൊ കൊഞ്ചം നിലവ് അങ്ങനത്തെ സോങ്സ്, അല്ലെങ്കിൽ നിമ കമലി കമലി നിമ കമലി കമലി നിമ കമലി കമലി മെരിയാരിതി സുനിധി ചൗഹാൻ സുനിധിജിയുടെ സോങ്സ് അങ്ങനത്തെ ടോൺ വരുന്നു. ഇപ്പം അതാണ് ഇസ് ഠണ്ടേ മേ വൽകി ബി ഹൈ സഹി ജീവർ കെ അബ് ജീനെ ധീരെ ദീവാരെ गिरा दे रे रोके ना कोई गमोया सारी झंझट बुला दे रे थोड़ी सी पिला दे रे यूं ही हूँ मैं ये जहां ओ यारा रफ्तारा नचे नचे डंकारा बाजे बाजे धूम धड़ाके हाँ दीवाने सारे रफ्तारा नचे नचे डंकारा बाजे बाजे अगे 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 हाँ. ഇതാണ് കുറച്ചുകൂടെ ലൈവിൽ എനിക്ക് കംഫർട്ടബിൾ. ആദ്യമായിട്ട് പിന്നണി പാടുന്ന പാട്ട് ഏതാ അനാമിക? ആദ്യമായിട്ട് പിന്നണി എന്ന് പറഞ്ഞ ഇറങ്ങിയ ഒരു ഫിലിം എന്ന് പറയുന്നത് പട്ടം എന്ന് പറയുന്ന ഒരു മലയാളം മൂവി ആയിരുന്നു, പ്രശാന്ത് ചേട്ടന്റെ മ്യൂസിക് ഡയറക്ടർ. പക്ഷെ അതെല്ലാം ന്യൂ കമ്മേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അത് ഇറങ്ങാൻ കുറച്ച് വൈകി, ജസ്റ്റ് ഈ റീസെന്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അതിൽ പക്ഷേ ഏതാണ്ടൊരു പെണ്ണ് വന്ന് കണ്ണിറുക്കി കാട്ടിയപ്പോ കാലിടറിപ്പോയോ അളിയാ
നിന്റെ നാവിറങ്ങി പോയോ അളിയ ആ ആ ആ അളിയ അളിയ. അങ്ങനെ ഒരു അളിയൻ സോങ് ടിക്ടോക്കിൽ ആ സമയത്ത് അളിയൻ സോങ് കുറച്ച് ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത് അപ്പം ഇറങ്ങിയില്ല, പിന്നീടാണ് ഫിലിം ഇറങ്ങിയത്. അതിന് മുന്നേ പക്ഷെ ഇറങ്ങിയ പടം എന്ന് പറയുന്നത് നമ്മുടെ ലവ് എന്ന് പറയുന്നത് തമിഴ് മൂവി, മലയാളം മൂവിന്റെ തമിഴ് റീമേക്ക്. റോണി റാഫേൽ ചേട്ടന്റെ മ്യൂസിക് ഡയറക്ടറിലെ ലവ് തന്നെ, അത് ജസ്റ്റ് റീമേക്ക്. അതുപോലെ തന്നെ റീമേക്ക് ചെയ്തേക്കുന്നത് ഭരത് എന്ന് പറഞ്ഞ തമിഴ് ആക്ടറാണ് അഭിനയിച്ചേക്കുന്നത്. RP ബാല ആയിരുന്നു സാറായിരുന്നു ഡയറക്ടർ. അപ്പൊ അത് നജീം അർഷാദ് ചേട്ടന്റെ കൂടെയാണ് ഡുവറ്റ് പാടിയേക്കുന്നത്. അതൊരു ഒരു കാറ്റ് തള്ളിവിട്ടതോ കാതൽ അള്ളിവിട്ടതോ നേറ്റ് ചൊല്ലിവിട്ടതോ ചെല്ലമേ. അങ്ങനെ ഒരു ഇച്ചിരി ബേസ് വോയിസ് ഫീമെയിലിനുള്ള പോലത്തെ ഒരു പെപ്പി മെലഡി എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ്. നേരത്തെ ഈ സുനീതി ചൗഹാന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും ഇഷ്ടമുള്ള ഒരു വോയിസ് മോഡുലേഷൻ കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു, അത് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? വരാറുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് സുനീതി ചൗഹാൻ, സുനീതി ജീനെ കാണണം എന്നുള്ളത്. ബിക്കോസ് പുള്ളിക്കാരി ഒരു അടിപൊളി വേഴ്സറ്റൈൽ സിംഗർ മാത്രമല്ല, ലൈവ് ഓൾസോ ഭയങ്കര പെർഫെക്ഷൻ, ഒരു ഫുൾ മാസീവ് ലൈവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ലൈവൊക്കെ എനിക്ക് ലൈവും നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ TV-യിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ലൈക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് ഡെഫിനറ്റ്ലി. സുനീതിയുടെ ഏത് സോങ് ആണ് ഏറ്റവും കൂടുതൽ? സുനീതി മാമിന്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. കൂടുതൽ ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. ഇപ്പം ധൂമചാലെ, കമലി സോങ്സ് ഒക്കെ സുനീതി മാം പാടിയിട്ടുണ്ട്. പിന്നെ മേരെ ഹാത്ത് മേ തേരാ ഹാത്ത് ഹോ സാരി ജന്നത്തെ മേരെ സാത്ത് ഹോ തോ ജോ പാസ് ഹോ फिर क्या ये जहां दिल हो जाऊं. ആ സോങ്സ് ഒക്കെ സുനിധി മാം ആണ് പാടിയിരിക്കുന്നത്. സോ അങ്ങനെ ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുമോ നിമ കമലി കമലി നിമ, അത് പാടിയത് സെയിം സിംഗർ ആണെന്ന്. അപ്പോൾ ഡെഫിനറ്റ്ലി സോങ്സ് ഒക്കെ എപ്പോഴും പ്ലേലിസ്റ്റിലുള്ള സോങ്സ് ആണ് സുനിധി മാമിന്റെ. ശ്രേയജിയുടെ പാട്ടുകൾ ഡെഫിനറ്റ്ലി എപ്പോഴും കേൾക്കുന്ന. ശ്രേയജി അതെന്തുവാ പാട്ടിന് വേണ്ടി മാത്രം ഇങ്ങോട്ട്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കിലെ ശ്രേയാജി പാടിയ ഒരു പാട്ട് ഏതെങ്കിലും ഓർമ്മ? പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും നീളം കേട്ടതില്ലേ, പനി നീർ പോക്കൽ ചോടി ും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.